ഹലോ, ഇന്നൊരു സിമ്പിൾ പുളിശ്ശേരിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം അമ്മ നമ്മളുടെ കട്ടത്തൈര് നമ്മളിവിടെ തന്നെ ഒഴിച്ചുണ്ടാക്കുന്നതാണ്. എന്നിട്ട് അമ്മ നന്നായിട്ട് നമ്മുടെ മത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. അതിനകത്തോട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഉടയ്ക്കും. ഉടച്ചതിന് ശേഷം നമുക്ക് കടുക് താളിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടത് അതിനകത്ത് ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. നമുക്ക് പച്ചമുളകിന് പകരം വറ്റൽമുളക് ഉപയോഗിക്കാം. പിന്നെ മഴക്കാലമായതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത്. വെളുത്തുള്ളി നല്ലതാണല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മളിതെല്ലാം നന്നായിട്ട് കടുക് താളിച്ച് ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉലുവ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി നല്ല പാകമായി കഴിയുമ്പം നമ്മളത് വാങ്ങി വെച്ചിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന അധികം വെള്ളം ചേർക്കാത്ത നല്ല കട്ടിത്തൈര് അങ്ങോട്ട് ഒഴിക്കും. ഉടച്ച തൈരാണ്. ഒരു 1/4 കപ്പ് മാത്രമേ വെള്ളം, ഒരു ചെറിയതായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈ ഒരു കൺസിസ്റ്റൻസി നല്ല കുറുകിയതാണ് ഇഷ്ടം. എന്നിട്ട് നമ്മൾ ചൂട് ചോറിൻ്റെ കൂടി മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരിയാണിത്. അതിനുശേഷം അമ്മ വീണ്ടും ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അത് തിളപ്പിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. എന്നിട്ട് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പുളിശ്ശേരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായി കഴിക്കുക. നല്ല പുളിശ്ശേരിയാണ്, കഴിച്ചു നോക്കൂ.